അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. നമ്മൾ ബീഫ് കൊണ്ട് സാധാരണ ഒലത്തുണ്ടാക്കാറുണ്ട്, അതേപോലെ ചിക്കൻ കൊണ്ട് നമുക്കൊന്ന് ഒലത്തുണ്ടാക്കിയെടുത്താലോ. നല്ല രുചിയിലും എളുപ്പത്തിലും അത് എങ്ങനെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 തണ്ട് കറിവേപ്പില, അതേപോലെ 2 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തത് എളുപ്പത്തിലൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ ഇതേപോലെ നിങ്ങൾ മുന്നിലേക്ക് എത്തും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും ഷെയറും കൊണ്ട് തന്നോളൂ കേട്ടോ. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോയും ചെയ്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നന്നായി വാടി ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നടുകീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇതിൽ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1.5 മിനിറ്റ് നമ്മൾ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. കേട്ടോ, ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ എണ്ണ ഇതേപോലെ തെളിഞ്ഞ് വരും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അതെല്ലാവരും കണ്ടിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തോളേ. അപ്പോൾ ഇത് ചെറിയ തീയിൽ ഒരു 1/2 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് മസാല ഒന്നും കരിച്ച് കളയരുത്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇതേപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്കൊരു 3/4 കിലോ ചിക്കൻ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ചിക്കനെ മസാലയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഒലത്ത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം കൊണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് പൊന്തി വരും. ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വന്നോളും. ഇതേപോലെ ഉരുളിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമുണ്ടോ, വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലെ ചിക്കനും മസാല ഒക്കെ നമുക്കൊന്ന് കോരി മാറ്റണം. ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എണ്ണ ചൂടായാൽ ഒരു 3 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസ്. പിന്നെ 3 ഏലക്കായ, പിന്നെ ഒരു 5ഓളം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നാൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാമോളം തേങ്ങ ഉണ്ടാവും, അതേപോലെ നൈസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കൊത്തിയരിയ എന്നൊക്കെ പറയില്ല, അതേപോലെ. ഇനി ആ എണ്ണയിൽ തന്നെ ഈ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. തീ ഓവറായിട്ട് കൂട്ടി വെച്ചിട്ട് കരിച്ച് കളയരുത് കേട്ടോ, ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി തേങ്ങ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ചെറുതാക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ, അത് മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കന് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണേ. മുഴുവനായിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-1.5 മിനിറ്റും കൂടി നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിലെ ജലാംശം ഫുള്ള് വറ്റി വന്നോളും. വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ, എന്നാലും ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ, അതും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒലത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയും ടേസ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ചിക്കനും കൊണ്ടുള്ള ഓലത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടിന് കഴിച്ചോളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്യാം കേട്ടോ.